വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ച കണ്ടെയ്നർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 9 കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നാണ് വിവരം. ഇതിനെ തുടർന്ന് തീരമേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക് കേരള തീരത്ത് നിന്ന് അറബിക്കടലിൽ കുറച്ചുള്ളിലേക്കായിട്ട് ഒരു കപ്പലിൽ നിന്ന് കുറച്ചധികം അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ പോയിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും. അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്. ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും. ഈ സന്ദേശം ശബ്ദ സന്ദേശമായി പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി. 24/5/2025 ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം തീരത്തും ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ തൃശൂർ, കൊച്ചി, ആലപ്പുഴ തീരങ്ങളിൽ മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്. കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞാൽ തുടരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാർഗോയ്ക്ക് അടുത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോസ്റ്റ് ഗാർഡ് വിവരം നൽകിയതിനെ തുടർന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത്. തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടാൽ പോലീസിനെ അറിയിക്കുകയോ 112 വിളിക്കുകയോ ചെയ്യണം. തീരത്ത് കർശന ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. കൊച്ചി തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് കപ്പൽ ചരിഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് അധികൃതർ അറിയിച്ചത്. ജീവനക്കാർ എല്ലാവരും തന്നെ വിദേശികളാണ്. വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോയ MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്റർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലെത്തി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടിയിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാത്രി 10-നാണ് കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത്. നിലവിൽ കേരള തീരത്തിനടുത്ത് കടലിൽ ചരിഞ്ഞുകിടക്കുന്ന നിലയിലാണ് കപ്പൽ. മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് മറിഞ്ഞ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.